ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ തിരുവോണ ദിവസമായിട്ട് പൂക്കളം ഇടുകയാണ്. അപ്പോൾ രാവിലെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എണീറ്റ് കുളിച്ച് ഡിലേ ആയതുകൊണ്ട് അപ്പോൾ പൂവിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പൂവിടുന്ന തിരക്കിലാണ്. അപ്പോൾ പൂക്കൾ അധികമൊന്നും വാങ്ങിയില്ല, കുറച്ച് തന്നെ വാങ്ങിയില്ല. പിന്നെ വീട്ടിലുള്ള പൂക്കളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പൂക്കളമൊക്കെ സെറ്റാക്കണം. പിന്നെ പൂക്കൾ മാക്സിമം മഞ്ഞയായിരിക്കും കേട്ടോ. കാരണം കൂടുതലും ചെണ്ടുമല്ലിയും പിന്നെ മഞ്ഞ കളർ പൂവൊക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് കൂടുതലും മഞ്ഞയാണ് ഉള്ളത്. വേറെ കളേഴ്സൊക്കെ ഭയങ്കര കുറവാണ്. അതുകൊണ്ട് എന്താ പറയുക, ഒരു കളർഫുൾ ടൈപ്പ് പൂക്കളൊന്നും പറയാൻ പറ്റില്ല. ഉള്ള പൂക്കളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ മാക്സിമം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും വിചാരിക്കണം പൂക്കളൊക്കെ. അപ്പോൾ വ്ളോഗ് ഡെയിലി ആയതുകൊണ്ട് നൈറ്റ് ഒന്ന് എഡിറ്റ് ചെയ്തിടാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അമ്പലത്തിലേക്ക് വേണ്ടി മുണ്ട് കൊടുക്കൽ പരിപാടിയാണ്. അത് കുറച്ച് ടാസ്ക് പരിപാടിയാണ്. എനിക്ക് മുണ്ട് അധികം വലിയ ശീലമില്ലാത്തതുകൊണ്ട് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. അപ്പോൾ ഇനി അമ്പലത്തിലേക്കുള്ളതാണ്. അപ്പോൾ വീട്ടിൽ സദ്യക്കുള്ള അറേഞ്ച്മെൻറ്റൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും ചേച്ചിയൊക്കെ. അപ്പോൾ ഏകദേശം ഒരു 12-12:30 ആകുമ്പോഴേക്കും ഫുഡെല്ലാം റെഡിയാകും. അപ്പോൾ നേരെ അമ്പലത്തിലെത്തി. ചിറ്റൂർക്കാവാണ്. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും ഈ പോസ്റ്റൊക്കെ. പൂക്കളൊക്കെ ഗംഭീര പൂക്കളായിരുന്നു. പിന്നെ മാവേലിയും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചെത്തി. വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം തന്നെ അവിടെ ആ ചായക്കടയിൽ തന്നെ നിൽക്കേണ്ടി വന്നു. നല്ല മഴയായിരുന്നു. പിന്നെ ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് മഴയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പാടത്ത് വെച്ചൊക്കെ എടുക്കണമെന്ന്. അപ്പോൾ എന്നാൽ പിന്നെ ശരി പറഞ്ഞിട്ട് പാടത്തൊക്കെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ക്യാമറാമാൻ. ആളുടെ വിവോൻ്റെ X300 ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെയാണ് ഉള്ളതിൽ ഞങ്ങളുടെ ഗ്യാങ്ങിലെ ബെസ്റ്റ് ക്യാമറ ഫോൺ ആളുടെയാണ്. അപ്പോൾ അവൻ്റെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഫോട്ടോസ് മാക്സിമം അവൻ്റെ നിന്നാണ് എടുക്കുന്നത്. അങ്ങനെ ഓരോ ലൊക്കേഷനിലൊക്കെ പോയിട്ട് ഇങ്ങനെ മാറി മാറി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലെത്തി സദ്യ കഴിക്കൽ പരിപാടിയാണ്. ഒരു ഗംഭീര സദ്യ തന്നെയായിരുന്നു കേട്ടോ. അത് നിങ്ങൾക്ക് വിഭവങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായി കഴിച്ചു. നല്ലൊരു ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ചാണ് കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നു. കാരണം പായസം കുടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉറക്കം വരും. കഴിച്ച് കിടന്ന് കുറച്ചാകുമ്പോഴേക്കും കൂട്ടുകാരൻ വിളിച്ചു ഫോട്ടോസ് പിന്നെയും എടുക്കണം പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ വളകാപ്പ് ചടങ്ങ് നാളെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അതിനും വിളിച്ച് വരുത്തി. അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കണം. ആൾക്കാണെങ്കിൽ ഒരു ഫോട്ടോ ഫേസ് ഇല്ലാത്ത ഒരാളാണ് എന്നെപ്പോലെ. അപ്പോൾ ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾ എന്താ പറയുക, ഒരു റൊമാൻറ്റിക് ഫീലൊന്നും തരില്ല. അപ്പോൾ ഇങ്ങനെ കുറേ റീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, റീൽസ് വീഡിയോയിൽ സെറ്റാക്കി കഴിഞ്ഞ് പറഞ്ഞു വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ക്യാമറമാൻ ഒരാളുടെ പേര് 2 പേര് 3 പേരൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ എടുത്തിട്ട് ഒരാൾ ഐഡിയ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ലാസ്റ്റ് നൈറ്റ് അവിടെ ഇരുന്നു ഇങ്ങനെ സംസാരിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇവരതും കേട്ടിട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, തിരുവോണം വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.